അന്നയും ഞാനും കൂടാ 5 ഏക്കർ തെളിച്ചത്. നെല്ലും കപ്പയും വാഴയും ചുറ്റും കാടാ. കടുവ, പുലി, കാട്ടുപോത്ത്, ആനയും മുറ്റത്ത് വന്ന് നിൽക്കും. ആടിനെയും കോഴിയെയും പിടിച്ചോണ്ടു പോകും. അന്നയ്ക്ക് പേടിയായിരുന്നു. അന്ന അന്ന വല്യപ്പച്ചോ, പശുവിനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് ഇന്നാള് വല്യപ്പച്ചൻ പറഞ്ഞായിരുന്നു. ആ, പശുവിനെയും കൊണ്ടുപോയി. സായിപ്പാ വെടിവെക്കാൻ പഠിപ്പിച്ചത്. സായിപ്പ് പോയപ്പം തോക്ക് തന്നു. ഞാൻ വെടിവെക്കും, പേടിപ്പിക്കാൻ. കൊന്നിട്ടില്ല. മാത്തു വലുതായപ്പം അവൻ വെടിവെച്ചു. ഒത്തിരി മൃഗത്തിനെ കൊന്നു. മരമെല്ലാം വെട്ടി അവൻ റബ്ബർ വെച്ചു. ഇപ്പം ഒരു മൃഗത്തിന്റെയും ശബ്ദമില്ല. കേൾക്കാറുണ്ടോ നീ? ഇല്ല വല്യപ്പച്ച, മൃഗങ്ങളെല്ലാം ചത്തു. ഇപ്പം മനുഷ്യരേ ഉള്ളൂ. നേരാ, ഇപ്പം മനുഷ്യരേ ഉള്ളൂ. മനുഷ്യര് ഒരുപാടായിപ്പോയി. വല്യപ്പച്ചോ, വല്യപ്പച്ച എന്തായി പറയുന്നേ? സുഖമാണോ? കോശി ആണ് വല്യപ്പച്ച. നിന്നെ കാണാനില്ലല്ലോ. ഒരുപാട് വേലയുണ്ട് വല്യപ്പച്ച. ഓ, എല്ലാവർക്കും വേല. ബേബി, നീ ഒന്ന് ഡ്രസ് ചെയ്തിട്ട് വാ, നമുക്ക് സ്ഥലം വരെ പോവാ. എവിടെ? അതൊക്കെ പറയാം. വാന്നേ, വാന്നേ. ഒരെണ്ണ എനിക്കൂടെ ഒഴിക്ക്. കോശിയായം വന്നപ്പോഴേ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുക. അത് ശരി. ഇന്നത്തെ പോക്കൊരു അഡ്വഞ്ചറാ. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ചു വെച്ച സാധനത്തിന് കൊച്ചിയിൽ നിന്ന് ഒരു പാർട്ടി ഒന്ന് മുട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ ഓഫറാണെങ്കിൽ ചിലപ്പോൾ അവർ കൊടുത്തളയും. അതുകൊണ്ട് നേരത്തെ അങ്ങ് എത്തണം. കൊച്ചിയിൽ നിന്ന് അവന്മാർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ ഒരു പാർട്ടി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. എവനെയും കൊണ്ടുപോകണോ? കേറി വാടാ. ഒരു ബലത്തിന് ഇവനെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചു. കോശിയായന്റെ ബിസിനസ്സിൽ ഇവനെ കൂടെ പാർട്ണർ ആയിക്കൂ. ഇതിനൊക്കെ മിടുക്കനായിരിക്കും അവൻ. ഇവനൊക്കെ കൂടെ വന്ന് കണ്ടുപിടിക്കട്ടെ. ആൾ ദിവസം ബേബി ഒരെണ്ണം അടിക്കുന്നവർ യാത്ര പോവല്ലേ? വേണ്ട, ബേബിച്ചിന് കൊടുക്കണ്ട. ഈസ്റ്റൻ തന്നു കൊടുത്തിട്ട് ഛർദിച്ച ആകെ ബഹളമായിരുന്നു. എന്നാ പിന്നെ വേണ്ട. അച്ഛേ, അച്ഛേ, ആ തോക്കൊന്നും വേണം. വലുതോ ചെറുതോ? ചെറുത് മതി. അതിന് വാങ്ങിച്ചോണ്ട് വാ. നിറയെ സൂക്ഷിക്കണം അല്ലേ? പോകല്ലോ. നമസ്കാരം മുതലാളി. എടുത്ത് വണ്ടി വയ്ക്ക. സാധനം എത്തിയില്ലല്ലോ മുതലാളി. ഫോറസ്റ്റുകാർ ഏതോ സ്പെഷ്യൽ സ്ക്വാഡിനോ മറ്റോ അയച്ചിട്ടുണ്ടെന്ന്. അവര് ചുറ്റുന്നത് കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റില്ലെന്നാ കൃഷിക്കാർ പറയുന്നത്. 5-6 ദിവസം കഴിയും. വേലു, നീ എന്നോടാണോ ഈ കഥയൊക്കെ പറയുന്നത്? എടുത്ത് വണ്ടി വെച്ചിട്ട് കാശിനി വാങ്ങിച്ചോ. പറയുന്നത് സത്യമാ മുതലാളി. ബുധനാഴ്ച വൈകിട്ട് വാ, ഞാൻ റെഡിയാക്കി വെക്കാം. പിന്നെ വില അല്പം ജാസ്തിയാ. മനസ്സിലായി? ജാസ്തി വില ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. അയ്യോ, അതെന്താ അങ്ങനെ വിചാരിക്കുന്നത്? ഇല്ലാഞ്ഞിട്ടാ. കേറി നോക്കിക്കോ. മുതലാളി ഞാനും തമ്മിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നിന്റെ പുരാണമൊന്നും എനിക്ക് കണ്ട. സാധനം എടുത്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞത് നേരാ. മുതലാളി പോ. ഇല്ല, ഞാൻ കൊണ്ടേ പോകും. അമ്മതേ ഇല്ലാന്ന് പറഞ്ഞിട്ട് കോശി മുതലാളി വിശ്വസിക്കുന്നില്ല. മുതലാളി തിരിച്ചു വയ്ക്കോ. നിർത്തിയടാ കൈവരികളെ. ഒന്നുകളെ വിടരുതേ. എവിടാ സാധനം? അവിടെ ഉണ്ടോ? തടിയുടെ പുറകിൽ. എടുത്തോണ്ടോ. അതവിടെ വയ്ക്ക. ഇനിയുണ്ടോ? 2 കൂടെ ഉണ്ട്. ബേബി അത് അടിക്ക.
വണ്ടി കയറ്റിക്കോ. എടാ വേലു, ഈ ബിസിനസ് വാക്കായിരിക്കണം. ആദ്യമായതുകൊണ്ട് ഞാൻ വെറുതെ വിടുക, അല്ലെങ്കിൽ ഇവിടെ കുഴിച്ചിട്ട് ഞാൻ പോകുമായിരുന്നുള്ളൂ. മറ്റേ പാർട്ടിയാണെന്ന് തോന്നുന്നു. ഉണ്ണി കരുതിയിരുന്നോ? കോശിയല്ലേ പറഞ്ഞാ നമ്മളൊക്കെ അറിഞ്ഞൊന്ന് വരും. അതൊക്കെ പിന്നൊരിക്കലാവാം. മാല് ഞങ്ങൾക്ക് വേണം. 2.5 വെച്ച് കൂട്ടിത്തരാം. 5 ആണെങ്കിൽ എടുത്തോ. അല്പം കൂടുതലാ, എങ്കിലും ഞങ്ങൾ അത്യാവശ്യക്കാരായതുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നില്ല. ഒന്ന് കുറയ്ക്കണം. ചെക്ക് പോസ്റ്റ് കൊടുക്കണ്ടേ? നിങ്ങളായാലും കൊടുക്കണമല്ലോ. ശരി, അപ്പൊ നീ വന്നേ. എടുത്ത് വണ്ടിയിൽ വെച്ചേ. താനം ചെല്ലേ. മോശമല്ല ഇന്നത്തെ ദിവസം. നിക്കണ്ട, എന്നെ തിരക്കി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേര്. ആനിയമ്മയാ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാ. ആനി, എന്നെ കൊണ്ട് വയ്യ, മടുത്തു. അവരപ്പനും മോളും കൂടെ അവിടെ അവരുടെ ചെന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഞാനും കിടന്നോളാം. ഇനി ഒരു നിമിഷം പോലെ എനിക്ക് അയാളുടെ കൂടെ കഴിയാൻ പറ്റത്തില്ല. അനേ, നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ കിടന്ന് കൂവാതെ പറഞ്ഞേ അകത്ത് തരുവാ. എടി എന്താ ഉണ്ടായെന്ന് പറ. ഞാനെങ്ങും പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, നല്ല ഡ്രസ് ചെയ്യാൻ പാടില്ല, നേരത്തെ കിടക്കാൻ പാടില്ല, മോളെ തല്ലാൻ പാടില്ല, വേല കരച്ച് വഴക്ക് പറയാൻ പാടില്ല. എന്ന് വേണ്ട, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. അടച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നേ. ഇപ്പൊ നീ പണിങ്ങിപ്പോന്ന എന്തിനാ? എന്റെ കൂടെ പഠിച്ച ആ സാറാ നായരില്ലേ, അവൾ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണ് പോയത്. എന്നിട്ട് രാത്രി വന്നങ്ങ് തുടങ്ങിയില്ലേ, എന്തിനാ ഹോട്ടലിൽ പോയത്, ആ സാറാ നായര് പഴച്ചോളാ എന്നൊക്കെ പറഞ്ഞ് വിളക്കുന്നവരെ ഉറക്കിട്ടില്ല. എനിക്ക് മടുത്തു വച്ചായ. എന്തിനെല്ലാമാ ഞാൻ വഴക്ക് വെക്കണ്ട്. ബേബിയെ പറ്റി എന്തോ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കുറെ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം. നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ, അത് ഞാൻ നോക്കിക്കോളാം. ദൈവമോനെ, ആ പെട്ടി ഒന്ന് എടുത്ത് അകത്ത് വെച്ചേര്. എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമായിരുന്നു. എത്ര ദിവസമായ നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? എന്നിട്ട് വയ്യ റോസ്ലിന് വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലി? കുഞ്ഞെന്തിയേ? അവിടെ ഉണ്ട്. അവക്ക് എന്നെ വേണ്ടല്ലോ, ഡാഡിയെ മതി. ഇത്രേ ഉള്ളൂ. ആ, രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി 2 മസാല ദോശ തിന്നതാ. എന്നിട്ടും വിശക്കുന്നു. ശ്രീല വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. അതെന്താ? ആ, എനിക്കറിയാൻ വയ്യ. റോസ്ലിനെ, ഇന്നത്തെ മീൻകറി വല്ല ഇരിപ്പുണ്ടോ? നോക്കട്ടെ, കാണും. എന്ത് മീനാ ഗോമതിയമ്മേ? അയിലയാ. ശബ്ദം ഞാൻ കേട്ടായിരുന്നു. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല.